So previous നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വിസിന്റെ സൊല്യൂഷൻ സെറ്റ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് IRC recommends total reaction time for SSD calculation. So ഇത് നമ്മുടെ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻസ് ആൻഡ് അതിന്റെ ഓരോ ടേംസ്, that is SSD is equal to നമുക്കുള്ള ഇക്വേഷൻ എന്താണ്? that is VT plus V square by 2G, പിന്നെ F plus or minus 0.01 n എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, സോ SSD is equal to VT plus V square by 2G into F plus or minus 0.01 n എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന T എന്ന് പറയുന്ന ടേം ആണ് ഡ്രൈവറിന്റെ റിയാക്ഷൻ ടൈം. സോ വാട്ട് ഈസ് ഡ്രൈവേഴ്സ് റിയാക്ഷൻ ടൈം? സോ ഒരു ഡ്രൈവർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് വരുവാണെങ്കിൽ എത്ര പെട്ടെന്നാണോ അയാൾക്ക് ബ്രേക്ക് ഇടാൻ പറ്റുന്നത്, സോ ആ ഒരു ടൈം ഇന്റർവെലിനെയാണ് വി കോൾ ഇറ്റ് ആസ് എ റിയാക്ഷൻ ടൈം. സോ ഒരു ഒബ്ജക്റ്റിന്റെ പൾസിനെ റിസീവ് ചെയ്തിട്ട് ത്രൂ ഐ ഈസ് റിസീവിംഗ് ഇറ്റ് ആൻഡ് ഹി ഈസ് മേക്കിംഗ് എ ഡിസിഷൻ ടു അപ്ലൈ ദ ബ്രേക്ക്. സോ ആ ഒരു ടോട്ടൽ ടൈമിനാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. സോ യൂഷ്വലി ക്വസ്റ്റ്യൻസിൽ സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ IRC പറയുന്ന വാല്യൂ ആണ് ഡ്രൈവേഴ്സ് റിയാക്ഷൻ ടൈം. ഇറ്റ് ഷുഡ് ബി 2.5 സെക്കൻഡ്സ് എന്ന്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ബി 2.5 സെക്കൻഡ്സ് എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. സോ എത്ര ഡെപ്തിൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്നുള്ള ഒരു ബേസിസിലാണ് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ PIEV തിയറി I stands for ഓപ്ഷൻ A intention, ഓപ്ഷൻ B information, ഓപ്ഷൻ C intellection and ഓപ്ഷൻ D is interpretation. Okay, so PIEV theory. So PIEV theory പറയുന്നത് എന്താണ്? So usually PIEV theory നമ്മൾ ഇങ്ങനെ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ okay, something like this. So PIEV theory-യിൽ നമ്മൾ perceiving ആണ്. First is the perceiving is there. Then first P stands for the perceiving of the pulse അല്ലെങ്കിൽ whatever the object is present in front. So അതിനെ നമ്മൾ perceive ചെയ്യാണ് through the eye. And then I is standing for intellection. So intellection എന്ന് പറയുന്നത് എന്താണ്? That is our mind is thinking whether അത് എന്ത് ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുന്നതാണ് intellection. Okay, so and then we have E എന്ന് പറയുന്നത് that is emotion ആണ്, emotion. And then V stands for volition. Correct? This is the PIEV theory. So emotion എന്ന് പറയുന്നത്, so after receiving what kind of object ആണ് ഫ്രണ്ടിൽ present, whether it is a smaller object or it is a bigger object. So അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് what we decide നമ്മുടെ ഇമോഷൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, ഇപ്പം വലിയൊരു ട്രക്ക് ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കും. അപ്പൊ പെട്ടെന്ന് ചില ആൾക്കാർക്ക് ഇമോഷണലി സ്ട്രോങ് അല്ലാത്ത ആൾക്കാർക്ക് അത് കാണുമ്പോൾ പേടിയാവും. സോ ദാറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻ ആണ് അത് അവിടെ പറയുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് എന്താണ് നമ്മൾ വി ഹാവ് ടു അപ്ലൈ ബ്രേക്സ് ഓർ പുട്ട് ദ ആക്സലറേഷൻ കുറയ്ക്കാൻ നോക്കുക. സോ എനി കൈൻഡ് ഓഫ് സച്ച് തിങ്സ് നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇമോഷണൽ ഫാക്ടേഴ്സ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം. And after that the brain is making അല്ലെങ്കിൽ it is telling sending an impulse for the reflection. So reflection action നടക്കാൻ വേണ്ടിയിട്ട് ഫൈനലി നടക്കുന്നതാണ് that is the application of the brakes. Okay, so in PIEV theory perceiving, then intellection, then emotion and volition എന്ന് പറയുന്ന 4 ഫാക്ടേഴ്സ് ആണ് വരുന്നത്. So here I stands for option C, intellection. Okay, so next question, the rate of rise or fall of the road surface along its length is called. Option A is camber, option B is super elevation, option C gradient and option D is banking. Now the rate of rise or fall of the road surface along its length. So along the length of the road there is a rise or fall in the ഇങ്ങനെയാണ് പറയുന്നത്. Okay, so whether it's a rise or fall. So what is this basically? This is ഇതിൽ പറയുന്ന ഫസ്റ്റ് ടേം is camber ആണ്. Camber എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഹൈവേസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് camber.
Camber is something that is a cross slope നമ്മൾ provide ചെയ്യുന്നത് at the center of the highway. So cross section of the highways നോക്കുമ്പോൾ, so this is the longitudinal cross section ആണ്. Okay, so if you see the cross section, this is the cross section of highway. You see that the central portion ennum it is at a higher elevation compared to the side. Okay, sides നെക്കാളും സെന്ററിൽ ഒരു higher elevation ആണ്. So ഇതിനാണ് we call it as the camber. Okay, അത് നമ്മൾ റെയിൻ വാട്ടർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. Okay, that is camber. Now B is super elevation. Super elevation എന്ന് പറയുന്നത് എന്താണ്? Super elevation we are providing in the case of horizontal curves. So curve വരുന്ന സമയത്ത് usually on the horizontal curves the outer elevation of the roads എന്ന് പറയുന്നത് it is usually higher compared to the inner elevation. Okay, so that is called as the super elevation. ഒരു comfortable movement as well as a safer movement of the vehicles ന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. That is the super elevation. So that is provided on the horizontal curves when the elevation of the external surface or the external side of the road is it is at a higher elevation compared to the inner side. So that is called as super elevation. Now gradient എന്ന് വെച്ചാൽ gradient is nothing but it is the rise or it is the fall of the road surface along the its length. അതിനാണ് we call it as a gradient. Okay, and then option D is banking. So banking of the roads നമ്മൾ that is we are providing some kind of protections on the both sides. Okay, so അതിനാണ് we call it as some അതിന്റെ banking of the roads എന്ന് പറയുന്നത്. അല്ലെങ്കിൽ banking എന്ന് പറയുന്നത് basically നമ്മളൊരു ഒരു extra surface of the road നമ്മൾ addition to the highway width we are providing on the sides. Okay, so here option C, that is gradient എന്ന് പറയുന്നതാണ് right answer. Okay, so we go to next question. The equilibrium super elevation it is given by option A V square by R, option B is V square by GR, V in kilometer per hour, V square by 127 R, and option D is none of these. Now ഇതൊരു confusing type of നിങ്ങളെ confuse ചെയ്യാനുള്ള ഒരു technique ആണ് these kind of questions. Okay, so equilibrium super elevation, equilibrium it is equal to small v square by gr. Okay, here v in meter per second, or we can write it as capital V square divided by 127 R. Here v in kilometer per hour. Okay, so equilibrium super elevation equation are either it is small v square by gr where v is in meter per second, or it is equal to capital V square divided by 127 R. Okay, where capital V is in kilometer per hour. Now equilibrium super elevation, so it should be either capital V square by 127 R or it is equal to small v square by gr. So here it is said that, so equation എന്തായാലും അല്ല, capital V square by R എന്ന് പറയുന്ന equation എന്തായാലും അല്ല. Then here it is said that V in kilometer per hour. So this equation is also wrong. Now this equation is V square by 127 R. So V is in kilometer per hour for all the questions are okay. So that is why here we can say option C, V square by 127 R എന്ന് പറയുന്ന equation ആണ് right answer. Okay, so now going to the next question. In the equation E plus F is equal to V square by 127 R, the maximum value of lateral frictional coefficient F is taken as option A 0.10, option B 0.15, option C 0.20 and option D 0.25. So ഈ ഒരു equation നമ്മൾ basically use ചെയ്യുന്നത് for the design of the super elevation ആണ്. Okay, so design of the super elevation ന്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതാണ് 75% of the design speed എന്താണ് തന്നിരിക്കുന്നത്. So അത് വെച്ചിട്ട് we find the value super elevation. So if it is less than 0.07 we say that it is safe. So if it is more than 0.07 we limit the value of super elevation to 0.07 and then നമ്മൾ എന്തെയ്യുന്നു we will be finding the value of f. So first step il nammal f is equal to 0 aanu eduthathu. Second step il nammal parayunnathu we will be finding f value corresponding to e equal to 0.07, correct? So adinnu kittuna f value should be
should be always less than 0.15. So lateral friction maximum value should be 0.15. So our step we will be finding the value of f and we compare whether this value is greater than or equal to this 0.15. So if it is less than 0.15, our friction coefficient provide for the super elevation value 0.07. Correct? Then if the value of f is more than 0.15, f in the value we are limiting it to 0.15 and keeping f is equal to 0.15 and E is equal to 0.07, what we are finding? We will be finding what is the maximum allowable speed on the road. Correct? So here we can say that maximum allowable value of lateral friction coefficient, that is F, is option B, that is 0.15. For the daily updations of exam related notifications and question paper solutions, like our FB page and subscribe our YouTube channel. Thank you.